ആരാധ്യനായ ഭാരതീയ ഭക്തി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ പ്രചാരകനെ പോലെ പ്രവർത്തിക്കുന്ന, ഏതാണ്ട് വാർദ്ധക്യത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഇന്നലെ വൈകുന്നേരത്തെ ഒരു പരിപാടിയിൽ കുറേ പേരൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നും അത് സനാതനമാണെന്നും അതിലെ മൂല്യങ്ങൾ ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ലെന്നും അതിനെ സംരക്ഷിക്കാനായിട്ട് ആരും ഇറങ്ങി പുറപ്പെടേണ്ട എന്നും ആര് എന്ത് പറഞ്ഞാലും നിലനിൽക്കേണ്ട ഇത് നിലനിൽക്കുമെന്നും എല്ലാം സാറ് പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് കാണുന്നത് മറ്റ് മതങ്ങൾ അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ടും മസിൽ പവർ കൊണ്ടും അംഗബലം കൊണ്ടും ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കുകയും ഇല്ലാതെയാക്കുകയും മതപരിവർത്തനത്തിലൂടെ വളരെയധികം തിന്മകൾ ഹൈന്ദവ ജനതയ്ക്ക് ഉണ്ടാക്കുകയുമെല്ലാം ചെയ്യുന്ന ഈ ഒരവസരത്തിൽ നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെത്താനെ സംരക്ഷിക്കപ്പെട്ടുകൊള്ളും എന്ന് സാറ് പറയുന്നത് വസ്തുതയോട് മുഖം തിരിച്ചുള്ള ഒരു പ്രതികരണമല്ലേ എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ വിവരണങ്ങൾക്ക്, രാവിലെ അദ്ദേഹം കൊടുത്ത വിവരണങ്ങൾക്ക് ചോദ്യമായിട്ട് വൈകുന്നേരം ഒരു സ്ത്രീ ചോദിച്ചു. മറ്റു പലരും ഇതിനോട് ചേർന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഒരിക്കലും ഈ ഹിന്ദുധർമ്മത്തെ ആരും സംരക്ഷിക്കാനായിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല. ഇത് മറ്റ് മതങ്ങൾ പോലെ ചട്ടക്കൂടിനുള്ളിലോ ആചാരങ്ങളിലോ മാത്രം ഒതുങ്ങുന്നൊരു മതമല്ല, മറിച്ച് ഇത് സനാതനമാണ്. ബ്രഹ്മത്തിൻ്റെയും പരമാത്മ ചൈതന്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒന്ന്. അതിനെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. ബ്രഹ്മത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല, പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല, പ്രപഞ്ച സത്യങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിലനിൽക്കേണ്ടത് തന്നെത്താനെ നിലനിൽക്കും. അതിൻ്റെ സംരക്ഷകരായിട്ട് ആരും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം വിവരിച്ചു കൊണ്ടുവന്ന് പോയതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയുണ്ടായി, ഇങ്ങനെ അത് തന്നെത്താനെ സംരക്ഷിച്ചു കൊള്ളും എന്ന് അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു അപ്രായോഗികത മനസ്സിലാക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നാഗാലാൻഡിലെ 99% ക്രിസ്ത്യാനികളാണ്. മിസോറാമിലും ത്രിപുരയിലും മണിപ്പൂരിലുമെല്ലാം 50-60% ക്രിസ്ത്യാനികളായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ വർഷം കൊണ്ട് സോണിയാഗാന്ധിയുടെ കീഴിൽ UPA ഭരിച്ചിരുന്ന കാലത്ത് ഒരു കാരണവശാലും മതപരിവർത്തനത്തിന് നിയമം അനുവദിക്കാത്ത അരുണാചൽ പ്രദേശിൽ മതപരിവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ 8 ലക്ഷം അരുണാചൽ പ്രദേശികളെ 6 ലക്ഷം പേരെ ഒരൊറ്റ വർഷം കൊണ്ട് മതം മാറ്റി ക്രിസ്ത്യാനികളാക്കാൻ സാധിച്ചു. ക്രിസ്ത്യാനികളുടെ മസിൽ പവറും മണി പവറും കൊണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ നമ്മളുടെ മതത്തെ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും അത് തന്നെത്താനെ സംരക്ഷിച്ചു കൊള്ളുമെന്നും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഭാരതീയ പൈതൃകത്തിൽ പറയുന്നത് എങ്കിൽ ഭഗവത്ഗീതയിൽ അധർമ്മത്തിനെതിരെ ധർമ്മം നിലനിർത്താനായിട്ട് യുദ്ധം ചെയ്യാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് അധർമ്മത്തിനെതിരെ ബന്ധുക്കളാണെങ്കിൽ പോലും അപ്പുറത്തുള്ളവർ ബന്ധുക്കളാണെങ്കിൽ പോലും ധർമ്മത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ധർമ്മം അനുഷ്ഠിക്കുന്നവരിലൂടെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ, അങ്ങ് ചെന്ന് ഭഗവത്ഗീത പഠിച്ചിട്ട് വരൂ, അതിനുശേഷം സംസാരിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ രാധാകൃഷ്ണൻ സാറിനെ പോലെ ഉള്ളവർ ഭഗവത്ഗീത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലും ധർമ്മത്തെ സംരക്ഷിക്കാൻ, അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ, യഥാർത്ഥത്തിൽ ധർമ്മം അനുഷ്ഠിക്കുന്നവർ ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ചിട്ടാണ്. ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു, ധർമ്മത്തെ രക്ഷിക്കാത്തവനെ ധർമ്മവും രക്ഷിക്കുന്നില്ല എന്ന ആ വരികൾക്ക് ആ സ്ഥലത്ത് അദ്ദേഹം കൊടുത്ത ഉത്തരം മുഴുവനും വേദാന്തികൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയവർ ഇനി പ്രത്യേകിച്ചും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, സനാതന ധർമ്മമായതുകൊണ്ട് തന്നെത്താൻ അത് സംരക്ഷിച്ചുകൊള്ളും, ബ്രഹ്മത്തെയും പരബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും പ്രപഞ്ച സത്യത്തെയും പ്രപഞ്ചിക യാഥാർത്ഥ്യങ്ങളെയും ഒന്നും സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്കൊന്നും പ്രത്യേകിച്ചും ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ പറയുന്ന ആ വരികൾ ഒത്തിരി വേദനയും ഒത്തിരി അധികം കൺഫ്യൂഷനും ഉണ്ടാക്കുകയുണ്ടായി. ഏതായാലും ഒരു സത്യമാണ്, വേദാന്തത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ
അല്ലെങ്കിൽ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട വിധത്തിലല്ലാതെ വിവരിക്കുമ്പോൾ പലപ്പോഴും നിഷ്ക്രിയത്വമാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ മുഖമുദ്ര എന്നുള്ളത് വരുന്നത് അവിടെ കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ശാശ്വത സത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുറേ കഥകൾ പറയുക. ഈ ഇതിഹാസമാലയിൽ അല്ലെങ്കിൽ ഐതിഹ്യത്തിൽ പറയുന്ന ചിലതെടുത്ത് പ്രായോഗികമായിട്ടുള്ള രീതിയിൽ അത് പ്രയോഗിക്കണമെന്ന് പറയുന്ന ഒരു ഉദാഹരണവും അദ്ദേഹം പറയുകയുണ്ടായി. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ വീട്ടിലേക്ക് പിതാവിൻ്റെ ശ്രാദ്ധമൂട്ടാനായിട്ട് കൂട്ടത്തിൽ പിറന്നവരെല്ലാം വരുമ്പോൾ പാക്കനാര് നീച ജാതിയിൽപ്പെട്ടവനായത് കാരണം ജാതി വ്യവസ്ഥ വളരെയധികം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത്, കൊടുമ്പിരി കൊള്ളുവാൻ തുടങ്ങിയിരുന്ന കാലത്ത് ഈ പാക്കനാരെ പടിക്കകത്ത് കയറ്റണ്ട എന്ന് പറഞ്ഞതും അദ്ദേഹം പിതാവിൻ്റെ ശ്രാദ്ധമൂട്ടാൻ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ അടുത്ത് വരുമ്പോൾ ഇദ്ദേഹത്തിനെ അകത്ത് കയറ്റാതിരിക്കുകയും ഇദ്ദേഹം ബലം പ്രയോഗിച്ച് അകത്ത് കയറി മേഴത്തൂർ അഗ്നിഹോത്രിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് എന്നെ പടിക്കപ്പുറത്ത് നിർത്തിയെന്ന്. ഐതിഹ്യമാലയിലുള്ള ഈ കഥ ആ മേഴത്തൂർ അഗ്നിഹോത്രി തിരിച്ചു പറയുന്നു, നീ മൃഗത്തിൻ്റെ മാംസവും ഇറച്ചിയും എല്ലാം കഴിക്കുന്നവനാണ്, അതുകൊണ്ട് നീച പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് നീച ജാതിയിൽപ്പെട്ടവനാണ്, കൂടെ ഇരുന്നുകൊണ്ട് പിതൃകർമ്മം ചെയ്യേണ്ട കാര്യമില്ല എന്ന്. മുമ്പിലിരുന്ന ഒരു പിടി നെല്ലെടുത്ത് മേഴത്തൂർ അഗ്നിഹോത്രിയുടെ മുമ്പിലേക്ക് ഐതിഹ്യമാലയിലെ പാക്കനാരെറിയുകയും ആ നെല്ല് നടന്ന് പോവുകയും ചെയ്യുമ്പോൾ ഐതിഹ്യമാലയിലെ പാക്കനാര് ഐതിഹ്യമാലയിലെ മേഴത്തൂർ അഗ്നിഹോത്രിയോട് ചോദിച്ചു അത്രേ, ആ നെല്ലിന് ജീവനുണ്ട്, അങ്ങ് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇത്രയും അധികം ജീവികളെയാണ്, ജീവനുള്ളതിനെയാണ് കൊല്ലുന്നത്, എനിക്ക് ഒരു മൃഗത്തിനെ കൊന്നുകഴിഞ്ഞാൽ 3-4 ദിവസം നിലനിൽക്കാനുള്ള അത്രയും അതിനകത്തുണ്ട്, ഞാൻ ഒന്നിനെ കൊന്ന് ദിവസങ്ങളോളം കഴിയുമ്പോൾ അങ്ങ് 1000 കൊന്ന് ഒരു ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു എന്ന ഐതിഹ്യമാലയിലെ കഥയെടുത്ത് ജീവൻ എല്ലാത്തിനുമുണ്ടെന്ന് വരുത്തി തീർത്ത് വാദമുഖങ്ങളെ ഗണ്ണിക്കുന്ന ഒരു രീതി, അതും യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഉത്തരം കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഒരു കുറേ നെല്ല് അല്ലെങ്കിൽ ഒരു ചേമ്പ് വിത്ത് അല്ലെങ്കിൽ ഒരു കൂർക്ക അല്ലെങ്കിൽ ഒരു മത്തങ്ങ അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങ, പടവലങ്ങ, പീച്ചിങ്ങയോ അല്ലെങ്കിൽ കൈപ്പക്കയോ മുറിച്ച് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഭക്ഷണത്തിന് പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നതും ജീവനുള്ള കോഴിയുടെയും ആടിൻ്റെയും പന്നിയുടെയും പശുവിൻ്റെയും കഴുത്ത് പച്ചയ്ക്കറുത്ത് തൊലി ഉരിഞ്ഞ് അതിനെ മുറിച്ച് ഭക്ഷണത്തിന് പാകം ചെയ്യുന്നതും ഒരേപോലെയാണെന്ന് തോന്നുന്നു എങ്കിൽ ശരിക്ക് നമുക്ക് ഈ ജീവൻ എന്ന വാക്കിൽ തന്നെ കടിച്ചു തൂങ്ങാവുന്നതാണ്. പക്ഷേ ഒരു ചേമ്പിൻ്റെ പ്രതികരണവും ഒരു മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും പ്രതികരണവും അതേപോലെ തന്നെ ഒരു മത്തങ്ങയുടെ കഷ്ണമെടുത്തും പടവലങ്ങയുടെ കഷ്ണമെടുത്തും നമുക്കൊരു ദിവസത്തെ കഴിയുമ്പോൾ ഒരു പന്നിയുടെയോ കോഴിയുടെയോ ഒരു പശുവിൻ്റെയോ ഒരു ഭാഗം മാത്രം, ജീവനോടെയുള്ള ജന്തുവിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കമ്പാരിസൺ പറയുമ്പോൾ, ഉദാഹരണങ്ങൾ പറയുമ്പോൾ, കഥകൾ പറയുമ്പോൾ വലിയ വലിയ സന്ദേശങ്ങളെ ഗണ്ണിക്കാൻ ചെറിയ ചെറിയ കഥകൾ പറയുമ്പോൾ കയ്യടിക്കുന്നവരുണ്ട്, മറിച്ചു പറയുമ്പോഴും കയ്യടിക്കുന്നവരുണ്ട്. ഈ കയ്യടി ഈ കൊടുത്ത ഉത്തരത്തിനല്ലാതെ സന്ദേശത്തിനല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലർ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്. ഗോപാലകൃഷ്ണൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്, വാർദ്ധക്യത്തിലെത്തുന്ന പലരും താൻ ചെയ്തു കൂട്ടിയ പലതും അതത്ര ശരിയല്ലെന്ന് ബോധ്യം വരുമ്പോൾ ഇതിലൊന്നിലും വലിയ കാര്യമില്ല എന്ന വേദാന്തത്തിലേക്ക് വർഷങ്ങളുടെ പ്രവർത്തന രാഹിത്യത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും തിന്മകൾ ചെയ്ത് പിന്നെ അന്ത്യത്തിൽ ഒരു വകതിരിവും വേർതിരിവും വിവേചനവും എല്ലാം വരുമ്പോൾ ചെയ്ത തെറ്റുകൾ കുറ്റബോധമായി മാറി അത് ഒരുതരം രക്ഷപ്പെടലിന് ഉപയോഗിക്കുന്ന വേദാന്തമായി മാറുന്നു. അതാണ് പലർക്കും സംഭവിക്കുന്നത്. പല സന്യാസിമാരും ഒരുപക്ഷെ ആശ്രമത്തിനകത്തിരുന്നുകൊണ്ട് ഈ ദ്വൈതവും അദ്വൈതവും വേദാന്തവും എല്ലാം പറഞ്ഞ് ആ വേദാന്തമാണ് ഹിന്ദുക്കൾ ജീവിതത്തിൽ പകർത്തേണ്ടത്, ആ അഹിംസയാണ് ഹിന്ദുക്കൾ പകർത്തേണ്ടത്, ആ ഹീനം ദൂഷയതീതി ഹിന്ദു, മറ്റ് മതങ്ങളെ വേദനിപ്പിക്കാത്ത വിധത്തിൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധത്തിൽ, അവരെത്ര നമ്മളെ വേദനിപ്പിച്ചാലും എത്ര ഇൻസൾട്ട് ചെയ്താലും എത്ര ഹരാസ് ചെയ്താലും അതെല്ലാം ക്ഷമയോടുകൂടി സഹിച്ച് ഈശ്വരൻ അതിന് പ്രതികാരം ചെയ്തുകൊള്ളും എന്ന് ധരിപ്പിക്കുന്ന വിധത്തിൽ ഒരു വേദാന്തവും കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്ന ചിലർക്ക് യഥാർത്ഥത്തിൽ ഹൈന്ദവ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ണടച്ചില്ല എന്ന് പറയുകയും കണ്ണു തുറന്നുള്ളത് ശരിയല്ല എന്ന് കാണുകയും ചെയ്യുന്നത്
മറ്റു മതങ്ങളെ നമ്മൾ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. അവർക്ക് ഇങ്ങോട്ട് എന്തു വേണമെങ്കിലും ചെയ്യാം. അവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതപരിവർത്തനം നടത്തുകയും ലവ് ജിഹാദിലൂടെ മതപരിവർത്തനം നടത്തുകയും കൊന്നും കൊലവിളിച്ചും അവരുടെ മതം പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ അഹിംസയോടുകൂടി വേദാന്തത്തിൻ്റെ സത്യം മാത്രം മനസ്സിലിരുന്നുകൊണ്ട് പ്രചരിപ്പിക്കണമെന്ന് പറയുന്ന ബുദ്ധിജീവികളുടെ കാറ്റഗറിയിൽപ്പെടുന്ന, എഴുത്തുകാരുടെ കാറ്റഗറിയിൽപ്പെടുന്ന, ആത്മീയ നേതാക്കന്മാരുടെ കാറ്റഗറിയിൽപ്പെടുന്ന ചില സന്യാസിമാരും ചില പ്രായമായവരും ഹിന്ദുവിന് കൊടുക്കുന്ന വേദനാജനകമായിട്ടുള്ള ഉപദേശമാണ് ഹിന്ദുക്കളെ വളർത്തുന്നതിനേക്കാളുപരി തളർത്തുന്നത്. ചില അറിവുകൾ ഒരുപക്ഷെ മറ്റ് ചില അറിവുകളേക്കാൾ നല്ലതാണ് എന്ന് തോന്നുന്ന വിധത്തിൽ പ്രസൻറ്റ് ചെയ്യുകയും അത് ഒരു വ്യക്തിയെയും കുടുംബത്തെയും സംസ്കൃതത്തെയും സമൂഹത്തെയും സംസ്കാരത്തെയും രാഷ്ട്രത്തെയും തന്നെ തകർക്കുകയാണെങ്കിലും നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നാണെന്നുള്ളതിൽ ഉറച്ചു നിന്ന് മനുഷ്യനെ മടിയനും ഭീരുവുമാക്കുന്ന ചില ഉപദേശങ്ങൾ കൊടുക്കുന്നത് കേട്ടപ്പോൾ വേദന തോന്നി. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചോദിച്ച ചോദ്യവും അതിന് ശ്രീ രാധാകൃഷ്ണൻ സാർ കൊടുത്ത മറുപടിയും അതിന് ഞാൻ അവിടെ പറഞ്ഞതും പറയാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള കമൻറ്റുകളും കൂടി ചേർത്തിട്ടാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.